ഇപ്പോൾ CPM ചുവപ്പ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ക്ഷേത്രങ്ങളിൽ വെളിച്ചപ്പാട് ചുവപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് വിചാരിച്ചതൊക്കെ സഹാക്കന്മാരാണ് നമ്മൾ പറയുന്നത്. ഇത് എതിർക്കേണ്ട കാര്യമല്ല. ഇത് RSSന്റെ ഭാരതാംബയല്ല. ഇത് എൻ്റെയും ദിനേഷ് മണിയുടെയും ജിൻഡോ ജോണിൻ്റെയും ഒപ്പം തന്നെ സമ്പത്ത് സാറിൻ്റെയും അടക്കമുള്ള ആളുകളുടെ, നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ എല്ലാവരുടെയും ഭാരത് മാതാവാണ്. അതിനെ അംഗീകരിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ട് കാണിച്ചതിൽ P. പ്രസാദിനെ നിങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കണം. പ്രസാദെ, നീ ചെയ്തത് തെറ്റാണ്. ഹമാസിൻ്റെ ഫോട്ടോ വെച്ചല്ലല്ലോ നമ്മൾ പൂജിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള നേതാക്കന്മാരുടെ ഒന്നും ഫോട്ടോ വെച്ച് നമുക്ക് പൂജിക്കാൻ സാധിക്കില്ലല്ലോ. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ഈ വിവാദങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചാണ്, പരിസ്ഥിതി ദിനം പോലെ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കാര്യങ്ങളിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കേണ്ട ഒരു ചടങ്ങാണ് ഇന്നലെ നടന്നത്. അവിടെ രാജ്യത്തിൻ്റെ ആകെ പ്രതീകമായൊരു ചിത്രമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വിവാദങ്ങളൊന്നുമില്ലാതെ ഈ പരിപാടി നടക്കുമായിരുന്നു. അവിടെയാണ് RSSൻ്റെയോ അല്ലെങ്കിൽ അത്തരം സംഘടനകളുടെ പ്രതീകമായി പ്രചരിപ്പിക്കുന്ന നിലയിലുള്ള ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്നതാണ് P. പ്രസാദ് അടക്കമുള്ളവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങയുടെ പ്രതികരണം? പക്ഷേ ഗവർണർ ഇപ്പോഴും പറയുന്നത് ഇത് ഈ നാടിൻ്റെ സംസ്കാരമാണ്, ഞാനത് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അല്ല, അത് ദിനേഷ്, അങ്ങയുടെ ഒരു വാക്കുകൾക്ക് ഒരു ചെറിയൊരു തെറ്റുണ്ട്. അങ്ങ് ഇതിനെ ഒരു RSSൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കൂടാരത്തിലേക്ക് ഒരു ഭാരതാംബ എന്ന് പറയപ്പെടുന്ന വലിയ സങ്കല്പത്തെ, അല്ലെങ്കിൽ ഭാരതമാതാവ് എന്ന് പറയപ്പെടുന്ന വലിയ സങ്കല്പത്തെ കൊണ്ടിട്ടുണ്ട്. രാജ്യത്തിന് മുഴുവൻ ഞാനൊരു സംഘടനയുടെയും കൂടാരത്തിലേക്ക് വെക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറയുന്ന P. പ്രസാദ് അടക്കമുള്ളവർ ഉന്നയിച്ചത് അത് RSSൻ്റെ ഭാരതാംബയാണ്, അല്ലെങ്കിൽ ആ കൂടാരത്തിലേക്ക് ചേക്കേറാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്, അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ എതിർക്കുന്നവർ പറഞ്ഞത്. അത് ഞാൻ സൂചിപ്പിച്ചതയോ. ആയിക്കോട്ടെ, CPMന് അല്ലെങ്കിൽ CPIയെ സംബന്ധിച്ചിടത്തോളം ഭാരതാംബയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർ RSSകാരാണ് എന്നുള്ള ബോധ്യമുണ്ടായത് നല്ല കാര്യം. ഞങ്ങളതിനെ അംഗീകരിക്കുന്നു. കാരണം അവർക്കതില്ലാത്തത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. ഭാരതാംബ എന്ന് പറയപ്പെടുന്നത് ഒരു സങ്കല്പമാണ്. പരിപൂർണമായിട്ട് ഇത് നിങ്ങൾ നോക്കൂ, വിഭജനത്തിന് മുമ്പുള്ള ഭാരതത്തിൻ്റെ സങ്കല്പത്തെ നമുക്ക് വിഭജനത്തെ കൊണ്ട് അനുഭവിച്ച കോടിക്കണക്കിന് ആളുകളുണ്ട് സാർ ഇവിടെ. അപ്പോൾ വിഭജനത്തിൻ്റെ ശേഷമുള്ളതല്ല, വിഭജനത്തിന് മുമ്പുണ്ടായിരുന്ന ഭാരതം എന്താണോ അതേ ഭാരതമാണ് നമ്മുടെ എല്ലാവരുടെയും, എൻ്റെയും ദിനേഷിൻ്റെയും ഒക്കെ സങ്കല്പത്തിലുള്ളത്. അങ്ങനെയുള്ളൊരു അഖണ്ഡ ഭാരത സങ്കല്പമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും. ഇത് സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ അതൊരു പൊളിറ്റിക്കലി നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനം എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം പല രാജ്യങ്ങളും കൂടി ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തെയാണ് അഖണ്ഡ ഭാരത സങ്കല്പമായി മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ആ നിലയിൽ ഭാരതാംബയൊക്കെ അവതരിപ്പിക്കുന്നത്. അതിനുള്ള റൈറ്റ് RSS ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾക്ക് അത് പ്രചരിപ്പിക്കാനൊക്കെയുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായി രാജ്ഭവനിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്, സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്ക് അത്തരം സങ്കല്പങ്ങളെ മുന്നോട്ട് വയ്ക്കണോ, അതോ കൃത്യമായി ഇന്ത്യയുടെ മാപ്പും ചേരുന്ന ഭാരതാംബയെ, ത്രിവർണ്ണ പതാക ഏന്തുന്ന ഭാരതാംബയെ വെച്ചാൽ തീരുന്ന പ്രശ്നമായിരുന്നു എന്നതാണ്? അല്ല ദിനേശ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു 2 മിനിറ്റ് എനിക്ക് തരണം. നോക്കൂ, നിങ്ങൾ ഭാരത വിഭജനത്തിന് മുൻപേ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരവുമായി വന്നതിന് ശേഷം ഒരു ദേവതാ സങ്കല്പം അല്ലെങ്കിൽ സ്ത്രീ സങ്കല്പം, ദുർഗാ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ട് വരുന്നതൊക്കെ. ഇതിന് ലാലാ ലജ്പത് റായ് ആയിക്കോട്ടെ, ബാലഗംഗാധർ തിലക് ആയിക്കോട്ടെ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിക്കോട്ടെ, അതിനുശേഷം മഹാത്മാഗാന്ധി ആയിക്കോട്ടെ, അതിനുശേഷം നെഹ്റു ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ ഭാരത് മാതാ സങ്കല്പത്തെ പരിപൂർണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൽ മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിലേക്ക് വന്ന സമയത്ത് അതിൻ്റെ സ്പിരിച്വൽ ശൈലിയേക്കാൾ ഉപരി മറ്റ് വലിയ സങ്കല്പത്തെ ഉൾക്കൊണ്ടു. നെഹ്റു പറഞ്ഞു അത് ഭാരത് മാതാ എന്ന് പറയപ്പെടുന്നത്, ഭാരത് മാതാവ് എന്ന് പറയപ്പെടുന്നത് ജനങ്ങളെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ വിജയിക്കട്ടെ എന്നുള്ളതാണ് എന്ന് ഉൾക്കൊള്ളുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് എനിക്ക് രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞല്ലോ, വലിയവനെന്നും ചെറിയവനെന്നും ഇല്ലാതെ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സങ്കല്പമാണ് ഭാരത് മാതാ എന്നുള്ളത്. ആ ഭാരതമാതാവിനെ അല്ലെങ്കിൽ ആ ഭാരതമാതാ സങ്കല്പത്തിന് നിങ്ങൾ എന്താണ് പറഞ്ഞത്? ത്രിവർണ്ണക്കൊടി. അപ്പോൾ നിങ്ങൾ കാവിക്കൊടി എന്ന് പറയപ്പെടുന്നത് RSSൻ്റെ ഉണ്ടാക്കിയതോ RSS പ്രിൻ്റ് അടിച്ചു കൊണ്ടുവന്ന കൊടിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് ദിവേഷ് മണി അങ്ങ് പറഞ്ഞത്. അത് ത്രിവർണ്ണ പതാകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന്. നോക്കി, ഇന്ത്യയുടെ പൈതൃകം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൈതൃകവും ചരിത്രവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടും. അത് കേദാറിലായാലും എല്ലാ ക്ഷേത്രങ്ങളിലായാലും ഒരു കാല
കാലഘട്ടത്തിലെ ഇനിയിപ്പോൾ രാമായണമായാലും മഹാഭാരതമായാലും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഇരട്ടവാലുള്ള കാവ്യ പതാകകൾ അതൊരു ഭാഗമാണെന്ന്. ഇപ്പോൾ CPM ചുവപ്പ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ക്ഷേത്രങ്ങളിൽ വെളിച്ചപ്പാട് ചുവപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് വിചാരിച്ചതൊക്കെ സഹാക്കന്മാരാണ് നമ്മൾ പറയുന്നുണ്ടോ? നോക്കൂ, അതിനൊക്കെ നമ്മൾക്കൊരു കളറിനെ കണ്ടുകൊണ്ട് അതൊരു രാഷ്ട്രീയവൽക്കരണമാണ്, അതൊരു കാവ്യവൽക്കരണമാണ്. അത് സമൂഹത്തിന് RSS ആണ് പറയുന്നത്, RSSനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് ഈ അഖണ്ഡ ഭാരത സങ്കല്പത്തിനോട് ഇവർക്ക് കാഴ്ചപ്പാടില്ലായ്മയും ഇവർക്ക് അതിനോട് താല്പര്യമില്ലായ്മയും വരുമ്പോഴാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഖണ്ഡ ഭാരതം എന്ന് പറയപ്പെടുന്ന വലിയ സങ്കല്പത്തെ ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. വിഭജിക്കുന്നതിന് മുൻപുള്ള ഭാരതത്തെ വീണ്ടും ഒന്നായി കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ അനുഭവിച്ച ഒരുപാട് പേരുണ്ട് അതിൻ്റെ പ്രയാസത്തെ. ആ പ്രയാസം അനുഭവിച്ചവർക്ക് വേണ്ടി ആ ഭാരതത്തിൻ്റെ ആ വലിയ കാഴ്ചപ്പാടുകളിലേക്ക് ചിന്തിക്കാനുള്ള മനസ്സിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ സംവിധാനക്കാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതൊന്നും വിരോധിക്കേണ്ട ഒരു കാര്യമല്ല, ഇതൊരു എതിർക്കേണ്ട കാര്യമല്ല. ഇത് RSSന്റെ ഭാരതാംബയല്ല, ഇത് എൻ്റെയും ദിനേഷ് മണിയുടെയും ജിൻഡോ ജോണിൻ്റെയും ഒപ്പം തന്നെ സമ്പത്ത് സാറിൻ്റെയും അടക്കമുള്ള ആളുകളുടെ നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും ഭാരത് മാതാവാണ്. അതിനെ അംഗീകരിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ട് കാണിച്ചതിൽ P. പ്രസാദിനെ നിങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കണം. പ്രസാദെ, നീ ചെയ്തത് തെറ്റാണ്. ഹമാസിൻ്റെ ഫോട്ടോ വെച്ചല്ലല്ലോ നമ്മൾ പൂജിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള നേതാക്കന്മാരുടെ ഒന്നും ഫോട്ടോ വെച്ച് നമുക്ക് പൂജിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഭാരത് മാതാവിനെ വെച്ചാണ് സ്വീകരിച്ചത്, അവിടെ പൂജിക്കത് അല്ലെ പുഷ്പാർച്ചന നടത്താൻ തീരുമാനിച്ചത്. അതിന് അംഗീകരിക്കേണ്ട ഉത്തരവാദിത്തം ഒരു മന്ത്രിക്കുണ്ടായിരുന്നു. ആ മന്ത്രി അതിൽ നിന്ന് തിരിഞ്ഞോടിയതിൽ പരിപൂർണമായിട്ട് മോശമാണ് ചെയ്തത്. അത് ഈ നാടിനോട് ആ മന്ത്രി കാണിച്ചത് വലിയ തെറ്റാണ്. ഭാരതമാതാവിനെ വലിയ സങ്കല്പത്തിൽ കാണുന്ന നമുക്ക് എല്ലാവർക്കും ചെയ്ത, അല്ല നമ്മൾ എല്ലാവരും ചെയ്ത ഒരു പരിപൂർണമായിട്ടുള്ള തെറ്റായി തന്നെ നമ്മൾ അതിനെ കാണും.